ഇന്നിപ്പോൾ നമുക്ക് ഷീമാട്ടിലാണ് കേട്ടോ പണി. ഷീമാട്ടിലൂടെ ഒരു വലിയ സൈറ്റാണിത്. 4 സൈഡും ഒന്ന് അരിഞ്ഞ് വൃത്തിയാക്കി അവർക്ക് കെട്ടാനാണ്. അപ്പോൾ 4 സൈഡും അരിഞ്ഞ് വൃത്തിയാക്കി ഒന്ന് വാനമൊക്കെ തോണ്ടിയെടുക്കുന്നു. അപ്പോൾ അതിനായിട്ട് നമ്മൾ രാവിലെ ചെറിയ ബക്കറ്റൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ മൊത്തം അരിഞ്ഞ് അവർ കയറാൻ കെട്ടി തന്നിട്ടുണ്ട്. എല്ലാം അരിഞ്ഞ് ക്ലിയർ ചെയ്യണം. എന്നിട്ട് മണ്ണെല്ലാം അടിച്ച് കൂട്ടി മധ്യത്തോട്ട് വയ്ക്കാനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നേരത്തെ പാസ്സൊക്കെ എടുത്ത് പോയ സൈറ്റാണ്. ഭയങ്കര കട്ടിയാണ്, മണ്ണൊക്കെ ഭയങ്കര കട്ടി, ഓരോത്തിന് ഉണക്കല്ലേ. അപ്പോൾ ഈ സൈഡ് ഒരു മതിലൊക്കെ നിർത്തിക്കൊണ്ട് അതിൻ്റെ അടി അരിഞ്ഞ് ചേർത്ത് പുതിയ കോൺക്രീറ്റ് വാൾ അടിക്കുക. അപ്പോൾ പഴയ മതിലിനെ നിർത്തിക്കൊണ്ട് തന്നെ ചെയ്യുക. ആദ്യം 4 സൈഡില്ല, ആദ്യം ഈ 3 സൈഡ് മൊത്തം നമ്മൾ അരിഞ്ഞ് വൃത്തിയാക്കിയിട്ടിട്ട് ലാസ്റ്റ് നമ്മൾ ബക്കറ്റൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ വാനം എടുക്കുന്നത് കേട്ടോ. ഏതാണ്ടൊക്കെ നമ്മൾ അരിഞ്ഞ് തീരാറായി. ഇനി ഇതൊക്കെ ഒന്ന് മണ്ണൊക്കെ ഒന്ന് തട്ടി ലെവലാക്കി കുറേ മണ്ണൊക്കെ അവിടെ നിന്ന് മാറ്റി പൂന കൂട്ടാണ്ട് എല്ലാം പിന്നെ കൊണ്ടുപോകാനുള്ള മണ്ണുകളാണ്. ഏകദേശം നമ്മൾ അരിഞ്ഞ് എല്ലാം തീർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ബക്കറ്റ് ചേഞ്ച് ചെയ്യാൻ പോകും. ബക്കറ്റ് മാറി എന്തായാലും ഇനിയിപ്പം വാനം വെട്ടാണ്. അപ്പോൾ നമ്മളെ കിടക്കുമ്പോൾ 1 അടി ബക്കറ്റാണ് കേട്ടോ. 2 അടി വാനമാണ് വേണ്ടത്. വലിയ ബക്കറ്റാണെങ്കിൽ 2.5 അടിയാണ്. അപ്പോൾ 2 അടി തികച്ചും വേണ്ട അവർക്ക്. 1.25 അടിയൊക്കെ മതി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പില്ലറിൻ്റെ കുഴിയുണ്ട്. അപ്പോൾ കട്ടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയാണ് കേട്ടോ. ഇപ്പോൾ നമ്മളെ വാനമെല്ലാം എടുത്ത് തീർന്ന് ഒരുവിധം ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ സൈറ്റെല്ലാം നല്ല പക്കയായിട്ടുണ്ട്. നമ്മൾ ഇനി ഒരു 2 ദിവസത്തിനകത്ത് വെച്ച് ഇവിടെ മൊത്തം കോൺക്രീറ്റ് വാളും ഇതിൻ്റെ പണിയെല്ലാം തുടങ്ങും. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.